സാറേ പൂവനോ പെടയോ? പടം മതി. പെടയ്ക്കാകുമ്പോ കുറച്ച് നെയ്യുണ്ട്. ഇത്തിരി നെയ്യുണ്ടെങ്കിലേ കുറച്ച് രുചിയുള്ളൂ. അപ്പടിയെ ഈ കവറിലോട്ട് ഇട്ടു. ശരി ആയിക്കോട്ടെ. ഓ കോള് വന്നു. എന്നതാടാ പറ. ആൻഡ്രോച്ചാ, എനിക്കൊന്നും മേടിക്കാൻ പറ്റിയില്ല. എങ്ങനാ? ബിവറേജിലോട്ട് അടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര തിരക്കാ. നീ ഇപ്പൊ എവിടെയാടാ? ഞാൻ ബിവറേജിന്റെ വാതുക്കെ ചെന്ന് വെറുങ്കയോടെ വരുന്നത് ശരിയാണോ? നീ എന്നതാ ഏറ്റിരുന്നത്? 3 ഫുള്ള്. എന്നാ അത് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വന്നാച്ചാ മതി. ഹലോ ആൻഡ്രോച്ചാ, എങ്ങനെയാ കാര്യങ്ങള്? നാളെ നമുക്ക് അടിച്ചു തീർക്കണ്ടേ? എല്ലാം അടുപ്പിച്ചോണ്ട് വരുവാളാവ്. പോത്തും പോർക്കും കോഴിയും കൂടെ കിട്ടണേ. ഇനി പോത്തെവിടുതാ? നമ്മുടെ കാളസ് വീട് എവിടുതാണോ? നല്ല ഇളത്ത നോക്കി മേടിക്കണം. അതെ അവൻ അവിടെ എടുത്തു വച്ചിരിക്കുക. പിന്നെ ഞാനൊരു 5000 രൂപ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്, മറ്റേ മിലിറ്ററി വാങ്ങാൻ. ലേ എമൗണ്ട് തന്നെ കിട്ടുമോ നോക്കണം. അതിന് നല്ല പിടുത്തവാ. മലമണ്ടേ കയറിയിരിക്കുന്ന ഒരു ഫീലാ. അയാളൊരെണ്ണം എടുത്തു വച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഏതാണെന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും ബക്കാടി ആയിരിക്കും. ആണോ? ആ, ഏതായാലും മിലിറ്ററി ആണല്ലോ. പിന്നെ നമ്മുടെ സേവിച്ചൻ വിളിച്ചായിരുന്നോ? വിളിച്ചു. അവൻ ബിവറേജ് ക്യൂ നിൽക്കുക. ആൻഡ്രോച്ചാ, ഞങ്ങള് നാളെ എപ്പോ എത്തണം? എടാ, ഉയർപ്പിന്റെ കതിന പൊട്ടിക്കഴിഞ്ഞ് എപ്പോ വേണേലും അറിയിക്കൂ. 19 ദിവസമായിട്ട് ഒരു തൊണ്ടി പോലും അടിക്കാതിരിക്കുക കേട്ടോ. ഹാ, ഞങ്ങളും അങ്ങനെ തന്നെയല്ലേ. ആ, ഏതായാലും നമുക്ക് നാളെ അടിച്ചറുമാദിക്കണം. നാളെ എന്റെ ദൈവമേ, നാളെ ഇവന്മാരൊക്കെ ഈ നേരത്ത് ഏത് കോലത്തിലായിരിക്കും? ചിബിയെ, എന്റെ റെഡിയല്ലടാ? പിന്നെ 2 കിലോ പോത്തും 3 കിലോ പോർക്കും തേ അരിഞ്ഞു വെച്ചേക്കുന്നു. എടാ, ഇത്ര ലിവറൂടെ വേണമായിരുന്നു. ആലോചന ലിവറിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഓർത്തായിരുന്നു. എന്റെ ഇടം മറന്നുപോയി. ഈസ്റ്ററിന്റെ തിരക്കല്ലേ? അതെ, ഇതങ്ങ് എടുത്തു. അപ്പൊ ഇതിന്റെ കാശ് എത്രയാടാ? ഇപ്പൊ വിട്ടു, ഞാൻ പിന്നെ മേടിച്ചോളാം. ഓക്കെ. എന്നതാടാ? ആൻഡ്രോച്ചാ, കിട്ടി കേട്ടോ. നമ്മുടെ റോയിയുടെ ഫേവറേറ്റ് സാധനം ലേമൗണ്ടാ വാങ്ങിയേക്കുന്നത്. 4-5 ബിയർ കൂടെ മേടിച്ചിട്ടുണ്ട്. നീ അവനെ ഒന്ന് വിളിച്ചേരെ, അവനൊരു സന്തോഷം ആയിക്കോട്ടെ. വിളിക്കാം. പിന്നെ പോർക്ക് കിട്ടിയോ? കിട്ടി. ഇനി കോഴിയുടെ കിട്ടിയാ മതി. ബ്രോയിലർ വേണ്ട ആൻഡ്രോച്ചാ, ഞാൻ നല്ല നാടൻ കോഴിയെ വീട്ടിൽ നിന്ന് കറി വെച്ചോണ്ട് വന്നേക്കാം. അത് കലക്കും. വരുന്നു. വാ. എന്നതാടാ ഐറ്റം? ഇതാണ് കൊറിയറിന്റെ കോഴി, താനിപ്പട്ട. ഞാൻ കരുതി ബെക്കാടി ആയിരിക്കും. അതൊക്കെ എന്ത്, ആൻഡ്രോച്ചിനെ അടിച്ചു നോക്കിട്ട് പറ. പിന്നെ ഞാനടിക്കാത്ത സാധനം. എന്നാ പൊക്കണ്ടേ? പൊട്ടാതെ നോക്കണേ. അപ്പൊ നാളത്തെ മെനു തീരുമാനിക്കണേ. ആൻഡ്രോച്ചൻ എത്തണം. അതെന്തൊക്കെയായാലും ശരി തന്നെ. ഉയർപ്പ് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്നിട്ടുള്ള പാചകമൊക്കെ ഉള്ളു ഇവിടെ. ഷിൻഡോയ്ക്കും നോമ്പായിരുന്നോടാ? എല്ലാവർക്കും നോമ്പായിരുന്നു. പപ്പ ഇത്തവണ കട്ട നോമ്പായിരുന്നു. കള്ളൊന്നും തൊട്ടിട്ടേ ഇല്ല തവണ. പപ്പ നീയൊക്കെ ജീവിച്ചിരിപ്പുണ്ടോടി? എന്തിയാണീ നിന്റെ കെട്ടിയോൻ? അളിയനും മോർഫ്യൂസുമായിട്ട് വരാമെന്ന് പറഞ്ഞതാ. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അതിന് ആൻഡ്രോച്ചൻ അടി നിർത്തിയല്ലോ, പിന്നെന്തിനാ മോർഫീസ്? അത് നോയമ്പ് പ്രമാണിച്ച് നാളെ അങ്ങോട്ട് തുടങ്ങുകയല്ലേ. അപ്പൊ പിന്നെയും ചങ്കരൻ തെങ്ങേ തന്നെ. പോയെ കള്ളു കുടിക്കാതെ വർത്താനം പറയാൻ കൊള്ളത്തില്ല നിന്നോടൊക്കെ. നിന്റെ അപ്പനൊന്നും ഒരു കാലത്ത് നന്നാകാൻ പോകുന്നില്ല. അതെങ്ങനെയാ? അമ്മയുടെ അല്ലേ ആങ്ങളാ? അതേതെവിടെ? അതിങ്ങോട്ട് തന്നേരെ. ശരി, അതിങ്ങോട്ട് തന്നേക്ക്. നിന്റെ ഒരു കാര്യം, എല്ലാത്തിനും കയറിയോ തലയിട്ട്.
എന്തിനാ എല്ലാവരുടെ മോത കടലിൽ കുത്തിയോലിരിക്കുന്നേ? ആ കഞ്ഞിയും ചമ്മന്തിയും ഒക്കെ ഇന്നൂടെ കഴിച്ചാ പോരെ? എന്നും ഈ കഞ്ഞിയും ചമ്മന്തിയും മതിയായിരുന്നു. എനിക്കതായിരുന്നു ഇഷ്ടം. ഇവളെന്നതാടി ഈ പറയുന്നത്? നോമ്പ് തുടങ്ങി ഇന്ന് വരെ സ്വർഗം പോലൊരു വീടായിരുന്നു ഇത്. നാളെ തൊട്ട് എന്നെ നരകമാണ്. ആ ഓ ഞാൻ ഇത്തിരി കള്ള് കുടിക്കുന്നതാ പ്രശ്നം. ഇത്തിരിയോ? പിന്നെ ഈ ഇരിക്കുന്ന പപ്പയല്ലല്ലോ കള്ളു കുടിച്ചപ്പനെ കാണുന്നത്. എത്ര മണിക്കാടാ പള്ളിയിൽ പോണ്ടി? ഒരു 2:30 ഇറങ്ങി പോരെ മമ്മി? മതിയാവും. എന്നെ ഒന്ന് വിളിച്ചേക്കണം, ഞാൻ ചിലപ്പോ ഉറങ്ങിപ്പോവും. ഈ ഇരിക്കുന്ന പപ്പയല്ലല്ലോ കള്ളു കുടിച്ചപ്പനെ കാണുന്നത്. ഇനി തൊടില്ല. സത്യാണോ? നിനക്ക് സന്തോഷമായി? പിന്നല്ലാതെ ഇതെന്ത് ചോദ്യം ഇത്?